നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഭാഷണം മൂലം ഭാഗം 64. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 2-ാം അധ്യായം ശ്ലോകം 1. വ്യാസാവാച ഇതി സംപ്രശ്നസംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജവദസ്തേഷാം പ്രവക്തു ഉപചക്രമേ. ഇതി സംപ്രശ്നസംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജവദസ്തേഷാം പ്രവക്തും ഉപചക്രമേ ആണ് 1-ാമത്തെ ശ്ലോകം. അതിൻ്റെ ഭാവാർത്ഥം പറയാം. വിപ്രന്മാരുടെ ഇപ്രകാരമുള്ള നല്ല ചോദ്യത്താൽ നന്നായി സന്തോഷിച്ച രോമഹർഷണപുത്രൻ അവരുടെ വാക്കിനെ അഭിനന്ദിച്ചിട്ട് പറവാനായിക്കൊണ്ട് ഉപക്രമിച്ചു തുടങ്ങിയെന്നർത്ഥം. ഒന്നുകൂടി ഞാൻ പറയാം. വിപ്രന്മാരുടെ ഇപ്രകാരമുള്ള നല്ല ചോദ്യത്താൽ നന്നായി സന്തോഷിച്ച രോമഹർഷണപുത്രൻ അവരുടെ വാക്കിനെ അഭിനന്ദിച്ചിട്ട് പറവാനായിക്കൊണ്ട് ഉപക്രമിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വ്യാസ ഉപാച എന്നുള്ളതിന് വ്യാസർ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ മുനികൾ ചെയ്ത 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്കുള്ള സമാധാനം ഈ 2-ാം അധ്യായത്തിൽ പറയുന്നു. അതായത് അവർ മൊത്തം എത്ര ചോദ്യം ചോദിച്ചത്? 6 ചോദ്യം. 2-ാം അധ്യായത്തിൽ എത്ര ഉൾക്കൊള്ളിച്ചുള്ളത്? 4 ചോദ്യത്തിൻ്റെ ഉത്തരം. ബ്രാഹ്മണരുടെ ഇപ്രകാരമുള്ള ശോഭനമായ ചോദ്യത്താൽ, ചോദ്യം ശോഭനമായാൽ ഉത്തരം ശോഭനാവും. നല്ലവണ്ണം. അപ്പോൾ ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടേ? അതിനാണ് സ്വാധ്യായം ചെയ്യണം എന്ന് പറഞ്ഞത്. സ്വന്തമായിട്ട് പഠിക്കാം. അപ്പോൾ നല്ലവണ്ണം സംസ്കൃതം അറിയില്ല, സംസ്കൃതം പഠിപ്പിച്ചില്ല എന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞത്. അച്ഛനമ്മമാർ പഠിപ്പിച്ചില്ല എന്നും പറയരുത്. കാരണം എന്താ? അവരവർക്ക് രക്ഷപ്പെടാൻ അവരവർ ചെയ്യണം. അച്ഛനമ്മമാരെ ദേവതാസങ്കല്പത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ അതും അനർത്ഥഹേതുക്കളാവും. അപ്പോൾ അച്ഛനമ്മമാരെ പറ്റി നമ്മൾ അവഹേളിക്കുക അല്ലെങ്കിൽ അവരെ കുറ്റം ചാർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നരകപ്രാപ്തിയിലേക്ക് പോകും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എപ്പോഴും അവരെ സേഫാക്കി വയ്ക്കുക. അവർ സമ്പാദിച്ചില്ല, നമ്മളെന്ത് സമ്പാദിക്കണം, അതാണ് കാര്യം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താ? ബ്രാഹ്മണരുടെ ഇപ്രകാരമുള്ള ശോഭനമായ ചോദ്യത്താൽ നല്ലവണ്ണം സന്തോഷിച്ച രോമഹർഷണപുത്രനായ സൂതൻ. ആ സൂതൻ്റെ ശരിക്കുള്ള പേര് ഉഗ്രസ്രവസ് എന്നും സൂതന് മറ്റൊരു പേരുണ്ടെന്ന് പറയുന്നുണ്ട്. അവരുടെ വാക്കിനെ അഭിനന്ദിച്ച ശേഷം സമാധാനം പറവാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം ചോദിക്കുന്നത് സംശുദ്ധമായ മനസ്സോടായിരിക്കണം. ചോദ്യം ക്ലിയർ ആയിരിക്കണം. പിന്നെ ചോദ്യത്തിനെ അഭിനന്ദിച്ചിട്ട് വേണം ഉത്തരം പറയാൻ. ഓഹോ അങ്ങനെ പറയരുത്. ഓ ബൈ ഹാ വെരി ഗുഡ് എന്ന് പറയണം. അത് കഴിഞ്ഞ് ഈ 2-ാമത്തെ ശ്ലോകം വരുമ്പോൾ സൂതാവാച, സൂതൻ ഉത്തരം പറയണു. എന്ത്? യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവാം പുത്രേതി തന്മയതയാതരവേഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവാം പുത്രേതി തന്മയതയാതരവേ അഭിനേദു
സ്തം സർവഭൂതഹൃദയം മുനിമാനതോ അസ്മി. അപ്പോൾ അല്ലാൻ്റെ വാക്കാർത്ഥം പറയണോ, എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവനും ലൗകികമായിട്ടുള്ള എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് പോകണം, ഇന്നല്ലെങ്കിൽ നാളെ. എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവനും ഉപനയനം കഴിക്കാത്തവനും കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനുമായ, ഒന്നും ചെയ്യാനില്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, യാതൊരുത്തനെ ഉദ്ദേശിച്ച് വിയോഗം നിമിത്തം ദുഃഖിതനായ വ്യാസർ പുത്ര എന്ന് ആഹ്വാനം ചെയ്തു. അവൻ്റെ സ്വരൂപമായി ഭവിച്ചതുകൊണ്ട് വൃക്ഷങ്ങൾ പ്രതിധ്വനിയെ പുറപ്പെടുവിച്ചു. സർവഭൂതങ്ങളിലും ഹൃദയമായിരിക്കുന്ന ആ മുനിയെ, അപ്പം എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? എല്ലാ മനുഷ്യരാശികളിലും ഹൃദയമായിരിക്കുന്ന ആ മുനിയെ ആനമിക്കുന്നേൻ എന്ന് വന്നർത്ഥം ഞാൻ നമസ്കരിക്കണമെന്ന്. അപ്പോൾ മുനി എവിടെ, ഈ ശുഖബ്രഹ്മർഷി എവിടെ കയറിയിരിക്കണത്? സർവ ജീവഗുഹാശയ, അതാണ് സർവഭൂത ഹൃദയം. ഇതാദ്യം മനസ്സിലാക്കണം. ഈ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ച ഭാഗവതം ആരാണ്? ശുഖബ്രഹ്മർഷി. അദ്ദേഹം ഉപനയനാദിയൊന്നും കഴിഞ്ഞില്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തത്തട രൂപ, നിരാകാരത്തിൻ്റെ വേറൊരു രൂപം, മനുഷ്യ ശരീരം, തല തൊത്ത. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ കാണാനില്ലാണ്ടേ. അപ്പോൾ വ്യാസര പുത്ര എന്ന് വിളിക്കണം. അപ്പോൾ ശുഗർ സത്യം പറഞ്ഞ ഒരു നക്ഷത്രമായി മാറി. ഒരംശം കൊണ്ട് വേറൊരംശം കൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിൽ ഇരുന്നു. അപ്പോൾ അതും ബ്രഹ്മാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കെ ബ്രഹ്മാണ്. ഞാനും ബ്രഹ്മാണ്, നിങ്ങളും ബ്രഹ്മാണ്. അപ്പം ദുഃഖിക്കണത് എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടാണ്. ദുഃഖിച്ചു പറഞ്ഞിട്ട് വല്ലതും കിട്ടിയോ നമുക്ക് ആർക്കെങ്കിലും? ഇല്ല. അത്രയും നല്ല സമയം നമ്മൾ പാഴാക്കി എന്നർത്ഥം പറയണം. അപ്പോൾ ഇവിടെ അപ്പോൾ വൃക്ഷങ്ങളാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ എന്തായി? വൃക്ഷങ്ങളിൽ എന്തുണ്ട്? ജീവനുണ്ട്. പ്രതിവചിച്ചു എക്കോ ഉണ്ടാക്കിയെന്നർത്ഥം. അപ്പോൾ ആ മുനിയെ നമിക്കുന്നേ എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം നമസ്കരിക്കുക. ആരേനെ? ശുഖബ്രഹ്മർഷിയെ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം. മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറവാൻ തുടങ്ങുന്ന സൂതൻ തൻ്റെ ഗുരുവായ ശുഖബ്രഹ്മർഷിയുടെ സർവാത്മഭാവത്തെ, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായിട്ട് ഇരിക്കണമെന്ന് ശുഖബ്രഹ്മർഷി. അപ്പോൾ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ? ശുഗരാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഇല്ലാതെയുണ്ടായി. അതുകൊണ്ടാണ് ഭാഗവത ഭക്തദാസൻ്റെ ഭാഗവതം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയിരിക്കുന്നത്. ഇതെന്തോ വലിയൊരു കാര്യം. ചിലവർക്ക് വിചാരിക്കും ഇത് ബ്രാഹ്മണർക്ക്, കണ്ടാൽ ബ്രാഹ്മണരാണ് തോന്നുന്ന പൂണുനൂല് ഇല്ലാത്തൊരുത്തൻ, അങ്ങനെ വിചാരിക്കണവരുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ശുഖബ്രഹ്മർഷിയും കുഴപ്പമില്ല, വ്യാസർക്കും കുഴപ്പമില്ല, പരബ്രഹ്മത്തിനും കുഴപ്പമില്ല. പിന്നെ കുഴപ്പം ആരാണ് ഇത് മനസ്സിലാക്കാനുള്ള ആറ്റിറ്റ്യൂഡ് സമ്പാദിക്കാത്തത്? ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ സർവാത്മഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. കാരണം സഭയിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സഭാംഗങ്ങളെ നമസ്കരിക്കണം. അത് ഇഷമുക്ക ആചാര്യന്മാരും ചെയ്യാറില്ല. കാരണം എന്താ? ഇവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്നും ഞാൻ ബ്രഹ്മശ്രീയാണെന്നും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങളൊന്ന് അവലോകനം ചെയ്യൂ. എന്നാൽ ഞാൻ ഏതാനും സപ്താഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്. ഞാൻ പറയും, ഞാൻ പിന്നിലുള്ള എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഞാൻ അങ്ങോട്ടല്ല നമസ്കരിക്കുന്നത്. കാരണം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം അനാത്മവസ്തു ആത്മവസ്തു എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചേതനയുള്ള ആൾക്കാർ മുമ്പിലിരിക്കുമ്പോൾ ചേതന ആരോപിക്കപ്പെട്ട വിഗ്രഹത്തിൽ ഞാൻ എന്തിനാ നമസ്കരിക്കുന്നത്?
എൻ്റെ മുമ്പിൽ എത്ര ആളുണ്ട് അത്രയും ബ്രഹ്മസ്വരൂപികളാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഉയരണം. ഇനി അതില്ലെങ്കിലും സന്തോഷമായിട്ട് ഞാൻ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരു 7-8 പരിപാടി ചെയ്തിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടല്ല, അവരുടെ ഇൻവിറ്റേഷൻ പ്രകാരം. ഞാൻ എല്ലാവരും നീണ്ടെന്ന് പറഞ്ഞ് നമസ്കരിക്കും. അപ്പം തന്നെ ഒരു കരഘോഷ, അവർ കാണാത്ത ഒരു സംഭവം. അപ്പോൾ ഇവിടെ നമുക്കിനി സർവാത്മഭാവം അത് നമ്മൾ മറക്കരുത്. അപ്പോൾ സർവാത്മഭാവം, അതുകൊണ്ടാണ് എതിരെ വരുന്നവരെ കണ്ട അഭിവാദ്യം ചെയ്യുക. പരിചയമുണ്ടോ ഇല്ലയെന്നല്ല, കള്ളനാണോ കൊള്ളക്കാരനാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അഭിവാദ്യം ചെയ്യുക, മനസ്സിലെങ്കിലും നമസ്കാരം. അപ്പോൾ അത് മാർക്ക് ചെയ്യും, അവരവരുടെ ഹൃദയത്തിലുള്ള ആത്മാവ് മാർക്ക് ചെയ്യും. അപ്പോൾ കർമ്മമാർഗങ്ങളിൽ നിന്നൊഴിഞ്ഞവനാകയാൽ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വാക്കിൻ്റെ അർത്ഥം മാത്രം എടുക്കരുത്, സാന്ദർഭികമായിട്ടുള്ള അർത്ഥം എടുക്കണം. അപ്പോൾ ഇവിടെ പറയുണ്ടായി, പിന്നെ കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാത്ത ആളെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, ഇവിടെ എന്താ പറഞ്ഞത്, കർമ്മമാർഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനാകയാൽ. കാരണം കർമ്മമാർഗം കൊണ്ട് എന്ത് കിട്ടില്ല, വിരക്തത ഉണ്ടാവില്ല. വിരക്തത ഇല്ലെങ്കിൽ മോക്ഷം ഉണ്ടാവില്ല, ഈ ലോകം വിട്ട് പോകണമെന്ന് തോന്നില്ല. അപ്പോൾ ഉപനയനം എന്ന കർമാധികാരത്തെ സ്വീകരിക്കാതെ, കാരണം ബ്രഹ്മത്തിന് നിരാകാരനാണെങ്കിൽ എന്തിനാ ഉപനയനം? അപ്പോൾ മനുഷ്യന് മാത്രം മതി അത്. അപ്പോൾ കർമാധികാരത്തെ സ്വീകരിക്കാതെ സർവവും ഉപേക്ഷിച്ച് ആത്മാരാമനായി, ആത്മാരാമത്തെന്ന് പറഞ്ഞാൽ അഹം ശിവോഹം, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവിൽ രമിക്കുന്നു, രാം 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 രാം. പാഹ്യമാം എന്ന് പറയണില്ല, എന്നെ രക്ഷിക്കണമെന്ന് പറയണില്ല. കാരണം എന്താ, ഞാൻ ബ്രഹ്മാണ്, എനിക്ക് ഞാൻ തന്നെ വലുത്. അതാണ് എന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറഞ്ഞത്, അല്ലാതെ അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല. അപ്പോൾ സർവവും ഉപേക്ഷിച്ച് ആത്മാരാമനായി പിതാവിനെയും വെടിഞ്ഞ്, കാരണം എന്താ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പരിമിതികളില്ലാത്ത ആകാശമാണ് അച്ഛൻ, ഭൂമിദേവി അമ്മയും. അപ്പോൾ ആ പിതാവിനെയും വെടിഞ്ഞ് സന്യസിച്ചു പോകുന്ന ശുഖബ്രഹ്മ മഹർഷി. അപ്പോൾ ഈ സന്യസിച്ചു പോകുന്ന സന്യാസി AC റൂം വേണമെന്ന് വാശി പിടിക്കരുത്, അവിടെയാണ് പ്രശ്നം. AC റൂം വേണമെന്ന് പറയരുത്. കാരണം ശീതോഷ്ണങ്ങളെ ഒരേപോലെ കാണാൻ കഴിവുള്ളവനായിരിക്കണം ആത്മീയത അനുഭവിക്കുന്ന ആൾ. അപ്പോൾ ഒരു പ്രസിഡൻറ്റും സെക്രട്ടറിയും സന്യാസിക്ക് ആവശ്യമില്ല. അപ്പോൾ സന്യസിച്ചു പോകുന്ന ശുഖബ്രഹ്മ മഹർഷിയുടെ വിരഹം നിമിത്തമുള്ള ദുഃഖത്തെ സഹിക്കാൻ വയ്യാതെ വ്യാസർ പുത്ര പുത്ര എന്ന് അത്യുച്ചത്തിൽ വിളിച്ച് കരഞ്ഞു. പറയുമ്പോൾ വ്യാസരാരാ, കൃഷ്ണദ്വൈപായനൻ എന്നുള്ള ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ 4 ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളും ആ ശബ്ദത്തെ പുറപ്പെടുവിച്ചു എന്നാണ്, എക്കൊണ്ടായി എന്നാണ്. എങ്ങും സുഖമായി ഭവിച്ചു, എല്ലാവരും തോത്തകളായി മാറിയെന്നർത്ഥം. അതല്ലേ ഈ തത്തമ്മയ്ക്കുള്ള ഗുണം എന്താ, പറഞ്ഞത് പറയും അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ ആത്മാവ് മാത്രനായ ശുഗൻ തന്നെ പിതാവിൻ്റെ പുത്രസ്നേഹരൂപമായ പാശത്തെ ഛേദിക്കുവാൻ, ഈ ഒരു വാക്ക്, അതായത് പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ 3 ദോഷങ്ങളെയും തരണം ചെയ്യാൻ വ്യക്തികൾക്ക് സാധിക്കണം. സമ്പാദിച്ച് വെച്ചതൊക്കെ ഉപകരിക്കപ്പെടുന്നുള്ള തോന്നലുണ്ടാവരുത്, അത് നശിച്ചാലും നമ്മൾ ബാക്കിയാവും. അപ്പോൾ ഈ പഠനം എപ്പോൾ വേണം, 8, 10, 12 വയസ്സിൽ വേണം. അപ്പോൾ നമ്മൾക്ക് ജന്മം തന്നവർ നമ്മളെ വിട്ടുപോയി എന്ന് വരും, നമ്മൾ ജന്മം കൊടുത്തവർ നമ്മളെ വിട്ടുപോയി എന്ന് വരും. അങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാവരും സെപ്പറേറ്റ് എൻറ്റൈറ്റീസാണ്, സെപ്പറേറ്റ് വ്യക്തികളാണ്. ഓരോരുത്തരുടെയും നിറത്തിനും ഓരോരുത്തരുടെയും സ്വഭാവത്തിനും ഉയരത്തിനും തടിക്കും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും രുചികൾക്കൊക്കെ ഭേദമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോമൺ ഗുണം ഒന്നും മാത്രമേ ഉള്ളൂ, എല്ലാവരും ആത്മാവുള്ളവരാണ്, എല്ലാവരും ആത്മാഭിരാമന്മാരാവാൻ ക്വാളിഫൈഡാണ്.
പക്ഷേ അതാവുന്നില്ല എന്നുള്ളൊരു പോരായ്മ നമുക്കുണ്ടേന്. അപ്പോൾ ആത്മമാത്രനായ ശുഗൻ തന്നെ പിതാവിൻ്റെ പുത്രസ്നേഹരൂപമായ പാശത്തെ ആശാപാശ വിമോഹിത, ആശകളും പാശകളും ഉണ്ടാവാൻ പാടില്ല. ബ്രഹ്മത്തിന് എന്ത് ആശ, എന്ത് പാശം? ദോശ കൊടുത്താലും ആശ കൊടുക്കരുത് പറയും. കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോളൂ, പക്ഷേ അതിനെ ഇപ്പോൾ നമ്മൾ ഒരു കിളിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, ഒരു ദിവസം കിളി വന്നില്ല, ദുഃഖിക്കരുത്. വന്നില്ലെങ്കിൽ വന്നില്ല, പറഞ്ഞ മനസ്സിലുണ്ടോ? അതാണ് പെറ്റുകളെ വളർത്താൻ പാടില്ല. നായേനും പൂച്ചേനൊന്നും വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താ? അവർക്ക് നമ്മുടെ ബുദ്ധിയല്ല. അവർ നമുക്ക് ഷേക്കൻഡ് തരും, വാലാട്ടും, നക്കും, തുടയ്ക്കും, സ്നേഹം പ്രകടിപ്പിക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ സ്നേഹം പ്രകടനം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ സ്നേഹപ്രകടനം ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് സാധിക്കണില്ല? പ്രായമായ അച്ഛനമ്മയെ 4-5 സഹോദരന്മാർ ഈ 2 മാസം മാറി മാറി നോക്കുന്നതിലുള്ള അപച്യുതി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ആനേനെയും കുതിരേനെയും പശുവിനെയും നായേനെയും പട്ടിക്കുട്ടീനെയും കാശ് കൊടുത്ത് വാങ്ങി നോക്കണമുണ്ട്. അതാണ് വിരോധാഭാസമാവണത്. അപ്പോൾ ആശാപാശത്തെ ഛേദിക്കുവാൻ ഈ മാതിരി ശബ്ദം വൃക്ഷങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചു. സർവഭൂതങ്ങളിലും ഒരേ സമയത്ത് പ്രവേശിക്കാൻ തക്ക മഹിമയുള്ള സർവാത്മാവായ ആ ശുഖബ്രഹ്മഹർഷിയെ. ശുഖബ്രഹ്മഹർഷിയുടെ എഫിഷ്യൻസി എന്താ? ഒരേ സമയത്ത് എല്ലാവരിലും ഭാഗവതത്തിൻ്റെ ഉജ്ജ്വലമായ ആശയങ്ങളെ ആവിഷ്കാരം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അതാണ് എല്ലാ സർവാത്മാവായ ശുഖബ്രഹ്മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. വൃക്ഷങ്ങളും പുത്ര എന്ന് ശബ്ദിച്ചതിനാൽ സർവാത്മാവായ തനിക്ക് പുത്രഭാവം ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. വൃക്ഷങ്ങളെ കൊണ്ടുകൂടി എക്കോ ശബ്ദം പുറപ്പെടുപ്പിക്കാൻ കഴിവുള്ള ആ ആത്മാരാവിന് അച്ഛനുമില്ല മകനുമില്ല. അപ്പോൾ ഈ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് വന്ദന ശ്ലോകമായിട്ട് എടുക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളോട് നമ്മൾ പറയണു എന്നെ മക്കൾ നോക്കണില്ല എന്ന് പറഞ്ഞാൽ പറയാൻ സാധിക്കണം, ഗോ ടു ഹെൽ. എന്നിൽ ആത്മചൈതന്യമുള്ള കാലം ഞാൻ നോക്കും. അതുകൊണ്ടാണ് ഒരു അച്ഛനമ്മമാരും ജീവിച്ചിരിക്കെ സ്വത്തുക്കളെ വിഭജിച്ച് കൊടുക്കരുത്. കാരണം എന്താ? മക്കൾ താന്തോന്നികളാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ പിടിച്ച് പുറത്താക്കിയെന്ന് വരും. അപ്പം നമ്മളെ ജീവിതം അനുഭവിക്കുക എങ്ങനെ? രാമായണോ ഭാഗവതോ വായിച്ചിട്ട്, അല്ലാണ്ട് കള്ള് കുടിച്ച് കൂത്താടിയിട്ടല്ല. അത് കഴിഞ്ഞു. ഇനി 3-ാമത്തെ ശ്ലോകം പറയണു. സ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിദീർഷതാം തമോ അന്ധം സംസാരിണാം കരുണയാ ആഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിദീർഷയാം തമോ അന്തം സംസാരിണാം കരുണയാ ആഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. അപ്പോൾ പൊതുവെ കണ്ണ് അക്ഷരങ്ങളെ പെറുക്കിയെടുത്ത് ബുദ്ധിക്ക് കൊടുത്ത് ബുദ്ധി ആ വാക്കിന് ഒരു അർത്ഥം കൽപ്പിച്ചാൽ മാത്രമേ ആ അർത്ഥത്തിന് നമ്മൾ ശബ്ദിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും കണ്ണ് അടുത്ത അക്ഷരം തപ്പണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലെ സാരമേഘ ഹൈഫൺ മധ്യാത്മ എന്നാ. അപ്പം അങ്ങനെ വായിക്കരുത്. ഞാൻ ഈ പ്രിൻ്റിലുള്ളതല്ലേ പഠിച്ചതെന്ന് പറയരുത്. അപ്പോൾ സ്വാനുഭാവം അവിടെ തന്നെ ഭാവമഖില എന്നാ. അപ്പോൾ ഭാവമഖില എന്ന് കൂട്ടക്ഷരം വായിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അർത്ഥം അറിഞ്ഞ് വായിക്കുമ്പോൾ സ്വാനുഭാവം അഖിലശ്രുതി സാരമേകം തന്നെ വായിക്കണം. പിന്നെ മധ്യാത്മല്ല, അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം. തമോ അന്തം, തമസ്സിന് അന്തം ഉണ്ടാക്കണം, തമോ ഗുണത്തിന് അവസാനിപ്പിക്കണം. സംസാരിണാം കരുണയാഹ, ആഹ അവിടെ ദീർഘമുണ്ട്.
കരുണ ആഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. അതിന് ഭാവാർത്ഥം പറയാം. അസാധാരണ മഹിമയുള്ളതും സകല വേദസാരവും അദ്വിതീയവും, അദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടെന്നുള്ളതില്ലാത്തത്, ഏകം, അദ്വിതീയവും സംസാരമാകുന്ന ഗാഢ അന്ധകാരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന സംസാരബന്ധമുള്ളവർക്ക് ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതുമായ പുരാണ രഹസ്യത്തെ, ഇതെന്താണ് പുരാണ രഹസ്യം, കരുണയോടുകൂടെ പറഞ്ഞു യാതൊരുവൻ പറഞ്ഞുവോ മുനികളുടെ ഗുരുവായ ആ വ്യാസപുത്രനെ ശരണം പ്രാപിക്കുന്നേൻ. ഇതാണ് അർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഭാവാർത്ഥം പറയുമ്പോൾ സംസാരമാകുന്ന ഘോര അന്ധകാരത്തെ, അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഘോര അന്ധകാരം. എത്ര ഫ്ലഡ് ലൈറ്റ് ഉണ്ടെങ്കിലും ശരി കാല് തച്ചു കുത്തും, വാഹനങ്ങൾ തമ്മിലിടിക്കും. കാരണം എന്താ? മനസ്സിലെ ബ്രെയിൻ കറുപ്പെന്ന് പറഞ്ഞാൽ ഇരുട്ടിലാണ്. അപ്പോൾ ഘോര അന്ധകാരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ലൗകികന്മാരെ കുറിച്ചുണ്ടായ കരുണയാൽ, നമ്മളിപ്പോൾ ലൗകികന്മാരാണ്, ആ ലൗകികന്മാരെ കുറിച്ചുണ്ടായ കരുണയാൽ അസാധാരണ മഹിമയുള്ളതും വേദങ്ങളുടെ സാരമടങ്ങിയതും. ഇത് നമുക്കറിയണില്ല. പുരാണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരവജ്ഞ. ഞാൻ വേദം പഠിക്കട്ടെ, ഇതിൽ വേദസാരങ്ങളാണെന്നുള്ളത് നമുക്കറിയണില്ല. വേദസാരമടങ്ങിയതും ഉപമ പറവാൻ തക്കതായ രണ്ടാമതൊരു വസ്തുവോട് കൂടാത്തതും, ഇതിനോടുകൂടി ഭാഗവതത്തിനോടുകൂടി ഉപമിക്കാൻ വേറൊരു ഗ്രന്ഥമില്ല. അതാണ് 18 പുരാണങ്ങളിൽ 10 ലക്ഷണങ്ങളോടുകൂടി ഞാനാണ് വലുതെന്ന് ഗർജിക്കാം. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുന്നതുമായ പുരാണ രഹസ്യത്തെ, ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുക, വേറെ എടുത്ത് ഉപദേശിച്ചിരിക്കയാൽ മുനികളുടെ ഗുരുവായ വ്യാസപുത്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ. ഇതാണ് അതിൻ്റെ ഭാവാർത്ഥം. അടുത്ത ശ്ലോകം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അതിനെന്താ അർത്ഥം പറയാ? നാരായണനെയും മനുഷ്യരിൽ ശ്രേഷ്ഠനായ നരനെയും വാഗ്ദേവതയായ സരസ്വതീ ദേവിയെയും വ്യാസരെയും നമസ്കരിച്ചിട്ട് പിന്നെ ഗ്രന്ഥത്തെ നമസ്കരിച്ചും കൊണ്ട് പറയണം. ഗ്രന്ഥത്തിനെ നമസ്കരിക്കണം. കാരണം ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, കൃഷ്ണൻ തന്നെയാണ് പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, നാരായണൻ നരോത്തമനായ നരൻ, നരന്മാരിൽ ഉത്തമനായ നരൻ, വാഗ്ദേവതയായ സരസ്വതീ ദേവി, വ്യാസർ ഇവരെ വന്നിച്ച ശേഷം സംസാര സങ്കടത്തെ ജയിപ്പാനുള്ള മാർഗത്തെ. അപ്പോൾ നമ്മൾ വെറുതെ ചരട് ജപിച്ചിട്ട് കിട്ടിയിട്ട് കാര്യമില്ല, അവരവർക്ക് ജപിക്കാൻ സാധിക്കണം. അപ്പോൾ പിന്നെ ചരടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഏതോ ഒരാൾ ജപിച്ച് നമ്മൾ കൊടുക്കുന്ന ദക്ഷിണയുടെ മൂല്യം മാത്രമേ അതിനുള്ളൂ അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചരട് കെട്ടണ്ടെന്നല്ല പറഞ്ഞത്, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്വയം ജപിച്ചാൽ മതി. ഞാനിപ്പോൾ കയ്യിലും കാലിലും ഒന്നും ചരട് കെട്ടിയില്ല, അതിൻ്റെ ആവശ്യമില്ല. പഴയ ഫോട്ടോയിലൊക്കെ കാണും. അന്ന് ഞാനിത് മുഴുവൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ സംസാര സങ്കടത്തെ ജയിപ്പാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതായ പുരാണം ആരംഭിക്കണം. നമ്മൾ ഈ ഭാഗവതം പഠിക്കണം, ഭാഗവതം
പഠിക്കൽ ആരംഭിക്കണം എന്നുള്ള ന്യായാനുസരണം ഞാൻ അവരെയെല്ലാം നമസ്കരിച്ചിട്ട് ഗ്രന്ഥത്തെ ആരംഭിക്കുന്നത്. ആരേനെ? അവരെയെല്ലാം നമസ്കരിച്ചിട്ട്. അപ്പോൾ ആ പൗരാണികനാണെങ്കിലും പിന്നെ ആചാര്യനാണെങ്കിലും യജ്ഞവേദിയിൽ ഗ്രന്ഥത്തെ തൊടുന്നതിന് മുമ്പേ എന്ത് വേണം? കാലിൻ്റെ മുകളിൽ കാല് കയറ്റിയിരിക്കുകയല്ല വേണ്ടത്. അതിന് നിങ്ങൾ സുഖാസനം എന്നൊക്കെ പറഞ്ഞാലും ശരി, ആചാര്യനല്ലേ? അങ്ങനെയല്ല. ആചാര്യനാണെങ്കിലും അതിനൊക്കെ ഒരു രീതിയുണ്ട്. അപ്പോൾ മഹാന്മാരാണ് ഈ കാണുന്നവരൊക്കെ സജ്ജനങ്ങളാണല്ലോ. ഈ ഭാഗവതം കേൾക്കണം എന്നുള്ള ത്വരിത ഉണ്ടായാൽ അവർ മഹാന്മാരാണ്. കേൾക്കണം എന്നുള്ളവർ കേട്ട് ഉറങ്ങണവരെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പാർലമെൻറ്റിലുണ്ട് ചിലവർ ഉറങ്ങിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അവരെയും നമസ്കരിച്ചിട്ട് ഗ്രന്ഥത്തെ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. മുനയ സാധു പൃഷ്ടോ അഹം ഭവദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. മുനയ സാധു പൃഷ്ടോ അഹം ഭവദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. മുനിമാരെ, ദേവന്മാരാൽ ഞാൻ യോഗ്യമാകും വണ്ണം പൃച്ഛിക്കപ്പെട്ടവനായി, ചോദിക്കപ്പെട്ടവനായി, എന്നോട് ചോദിച്ചു അവർ എന്നോട് പറയുമെന്നുള്ളത്. യാതൊന്ന് ഏതിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്? ലോകത്തിനു മംഗളകരമായിട്ടുള്ളത് തന്നെ വേണം ഞാൻ പറയാൻ. അപ്പോൾ അതെന്താണ്? കൃഷ്ണനെക്കുറിച്ചുള്ള ആ വിധമായ ചോദ്യം ചെയ്യപ്പെട്ടു. യാതൊന്നുകൊണ്ട് ആത്മാവ് ഏറ്റവും പ്രസാദിക്കുന്നു. ആത്മാവ് പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണനെ പറ്റി പഠിക്കണം. ദീപസ്തംഭം കത്തിച്ചാൽ പ്രസാദിക്കുന്നു പറഞ്ഞില്ലേ? അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത് കുൽസിത ബുദ്ധിയുള്ളവരാണ്. ആര് പറഞ്ഞു എന്ന് ഞാൻ പറയണില്ല, ആര് പറയണോ അവർ. ഭാഗവതം 2-ാം അധ്യായത്തിൽ, പ്രഥമ സ്കന്ധം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം പറയണു, ഭഗവാൻ യാതൊന്നുകൊണ്ട് ആത്മാവ് ഏറ്റവും പ്രസാദിക്കുന്നു. കൃഷ്ണനെക്കുറിച്ച് പഠിക്കുക. അതിൻ്റെ ശേഷം 5-ൽ-1 ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ക്ഷേത്രാചാരങ്ങൾ നിലനിന്ന് പോവാനും നമുക്ക് ചിലവഴിക്കാം. അല്ലാതെ കണ്ട് ഒരു ലേമാൻ, അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളോട് ഈശ്വരൻ പ്രസാദിക്കും, നിങ്ങൾ ദീപസ്തംഭം തെളിയിച്ചാൽ മതി എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അവരോട് നാരായണ 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 എന്ന് 1000 പ്രാവശ്യം 2 നേരം ജപിക്കുമെന്ന് പറഞ്ഞാലോ കാര്യമുണ്ട്. ആ ശബ്ദത്തിന് അദ്ദേഹത്തിനെ രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ നമ്മളൊരു ആളോട് ഒരു കാര്യം പറയുമ്പോൾ അതിനെ സാധൂകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം, വേണ്ടേ? അപ്പോൾ ഇവിടെ പറഞ്ഞു, അല്ലയോ മുനിമാരെ, ലോകത്തിന് മംഗളത്തെ ജനിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ചരിതത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചതിനാൽ ഞാൻ പരമധന്യനായി. ശ്രേയസ്സാധനമായ കൃഷ്ണചരിതം ഇത് പഠിച്ചാൽ എന്തുണ്ടാവും? ശ്രേയസ് ഉണ്ടാവും. എന്ത് പഠിച്ചാൽ? കൃഷ്ണൻ്റെ ചരിതം ആദ്യം മുതൽ അവസാനം വരെ പഠിക്കണം. പറവാൻ നിങ്ങളുടെ ചോദ്യം കാരണമായി വന്നിരിക്കുന്നതിനാൽ, ശ്രീകൃഷ്ണ ചരിതം പറവാൻ കാരണമായി നിങ്ങളുടെ ചോദ്യം വന്നിരിക്കയാൽ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ തുളസീദളം എന്ന ഗ്രൂപ്പ് എന്നോട് മൂലം ഭാഗവതം അർത്ഥം പറയാൻ വിളിച്ചത് എനിക്കുള്ള അനുഗ്രഹമായിട്ട് ഞാൻ കരുതണം. നിങ്ങൾ എത്ര ആൾ വായിച്ചു പഠിച്ചു, ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. നിങ്ങൾ ചോദിച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശ്രീകൃഷ്ണ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിനെ ഏറ്റവും പ്രസന്നമാക്കുന്നു. എൻ്റെ പ്രസന്നത നഷ്ടം വരാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടി പ്രസന്നത നഷ്ടം വരാതെ കൊണ്ട്
ഇതിൻ്റെ മാഹാത്മ്യം തുണച്ചാൽ ഞാൻ അനുഗ്രഹീതനാണ്. പ്രമോഷമുണ്ടോ? അപ്പോൾ ശ്രീകൃഷ്ണ കഥ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിനെ ഏറ്റവും പ്രസന്നമാകുന്നു. അപ്പോൾ ദീപസ്തംഭത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ അല്ലേ? അപ്പോൾ ഇത് മനസ്സിൽ വെച്ചും കൊണ്ട് വേണം ഇത് ആദ്യം ശ്രീകൃഷ്ണ കഥ പഠിക്കണം. എന്നിട്ട് അതിലുള്ള ഉപദേശങ്ങളെ നമ്മൾ നിറവേറ്റണം. അതിൻ്റെ ഇടയ്ക്ക് ദീപസ്തംഭം കൂടിയും കത്തിച്ചാൽ ഗംഭീരായി. ആറാമത്തെ ശ്ലോകം. സവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരഥോക്ഷജേ അഹേതുകൃപ്രതിഹത യദാ ആത്മാ സംപ്രസീദതി. സവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരഥോക്ഷജേ അഹൈതുകൃപ്രകൃതിഹത അവിടെയാണ് ഒരു പ്രശ്നം. അഹൈതുകി പ്രതിഹത ആത്മാ സംപ്രസീദതി. യാതൊന്നുകൊണ്ട് ഹേതുവോടുകൂടാത്തതും. അഹൈതുകി എന്ന് പറഞ്ഞാൽ ഹേതു ഇല്ലാത്തതെന്നർത്ഥം. കാരണമില്ല. ഹേതുവോടുകൂടാത്തതും വിഘ്നങ്ങളാൽ ഹനിക്കപ്പെടാത്തതുമായ ശ്രീകൃഷ്ണ ഭക്തി. ശ്രീകൃഷ്ണ ഭക്തിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ പുമാന്മാർക്കുണ്ടാകുമോ? പുമാന്മാർ എന്ന് പറഞ്ഞാൽ ആത്മാവുള്ളവരെന്നെയാണ് പറഞ്ഞത്, ജീവനുള്ളവരെ എന്നർത്ഥം. അത് തന്നെ പരമധർമ്മം, ഉത്കൃഷ്ടധർമ്മം. ഏത്? ജീവനുള്ളവരെ ജീവൻ പോണതിൻ്റെ മുമ്പേ ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗവത് ശ്രീമദ് ഭാഗവതം പഠിക്കുക. അപ്പോൾ യാതൊന്നിനാൽ മനസ്സ് നന്നായി പ്രസാദിക്കുന്നു. ഏതുകൊണ്ടാണ് മനസ്സ് നന്നായി പ്രസാദിക്കുന്നത്? ശ്രീകൃഷ്ണ ചരിതം പഠിക്കുന്നത് കൊണ്ട്. ശ്രീകൃഷ്ണ ചരിതം പഠിക്കുന്നത് കൊണ്ട് മനസ്സ് നന്നായി പ്രസാദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സാമാന്യ അർത്ഥം പറയുമ്പോൾ ഏതു വിധമായ പ്രവൃത്തിയാൽ ഫലകാംക്ഷയോടുകൂടാത്തതും. ഫലകാംക്ഷ പ്രതീക്ഷിക്കരുത്. ഇവിടെയാണ് പ്രശ്നം. ഫലകാംക്ഷയോടുകൂടാത്തതും ഇളക്കമില്ലാത്തതുമായ ഭക്തി. ഭക്തിക്ക് ഇളക്കം ഉണ്ടാവരുത്. ഇത് ശരിയാണോ തെറ്റാണോ, ഞാൻ രക്ഷപ്പെടുമോ, ആ സംശയം ഉണ്ടാവരുത്. അപ്പോൾ ഏതു വിധമായ പ്രവൃത്തിയാൽ, ഏതുവിധം? ശ്രീകൃഷ്ണ ചരിതം പഠിക്കുക അല്ലെങ്കിൽ ഭാഗവതം പഠിക്കുന്നത് ഫലകാംക്ഷയോട് കൂടാത്തതായിരിക്കണം. ഇതെൻ്റെ കർമ്മമാണ്, എൻ്റെ കടപ്പാടാണ്, എൻ്റെ ഡ്യൂട്ടിയാണിത്. ഇളക്കമില്ലാത്തതുമായ ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ ജനങ്ങൾക്കുണ്ടാകുമോ? അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഫുൾ പരബ്രഹ്മം, ബാക്കിയുള്ളതിൽ പോവരുത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ജനങ്ങൾക്കുണ്ടാകുമോ? ആ പ്രവൃത്തി തന്നെ നാശരഹിതമായ ഫലത്തെ നിശ്ചയമായും ജനിപ്പിക്കുന്ന പരമധർമ്മം. പരമധർമ്മത്തെ ജനിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ ഭാഗവത സുധ അനുഭവിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഭക്തിയുണ്ടാകുമ്പോൾ മനസ്സ് രജസ് തമോവൃത്തികളെ വെടിഞ്ഞ് സത്വഗുണത്തെ മാത്രം അവലംബിക്കുന്നതായി ഭവിക്കയാൽ പരമാനന്ദം സ്ഫുരിപ്പാൻ യോഗ്യതയുള്ളതായി തീർന്നു. പരമമായ ആനന്ദം അനുഭവിക്കാൻ യോഗ്യന്മാരാക്കുന്നത് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും തിരസ്കരിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. രജോ ഗുണവും തമോ ഗുണവുമായിട്ടുള്ള ആഹാരങ്ങളെ നമ്മൾ വെടിയണം. അതിനാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭാഗവത മാഹാത്മ്യം 6-ാം അധ്യായത്തിൽ പറഞ്ഞു. പരിപ്പ് കഴിക്കരുത്, കുമ്പളങ്ങ കഴിക്കരുത്, കയ്പ്പയ്ക്ക കഴിക്കരുത്, മുരിങ്ങക്കായ കഴിക്കരുത്, ഇളവൻ കഴിക്കരുത് എന്നൊക്കെ പറയുണ്ടായി. അതൊന്നും കൂടാണ്ട് പുട്ടും കടലയും സപ്താഹയജ്ഞ വേദിയിൽ അടിച്ചു വിട്ടാൽ എങ്ങനെ ശരിയാവുക? അല്ലേ? അതേമാതിരി നൂലപ്പം, ഇഷ്ടം, അതൊന്നും പറഞ്ഞിട്ടില്ല.
അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം ഉള്ളി കഴിക്കരുത്. അപ്പോൾ ഈ ബാല നടത്തുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യും, ആയിക്കോട്ടെ, അതിനുള്ള ബലം അവർക്ക് കിട്ടുള്ളൂ. നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഭക്തന്മാർക്ക് ചോദ്യം ചെയ്യാം. എന്നോട് ഒരു ഗംഭീരം തിരുവിതാംകൂറിലെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അദ്ദേഹം അടുത്ത കാലത്താണ് കാലഹരണപ്പെട്ടത്. ഞാൻ അവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, സാറ് കേമനാണ്, പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറിന് പറ്റിയ സ്റ്റേജുകളല്ല ഇവിടുത്തെ. ഞാനത് ഉൾക്കൊണ്ടു. സാറിനെ ഞങ്ങൾ വിളിക്കില്ല. കാരണം എന്താ, സാറിനെ കൂടി പാപിയാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് കിട്ടേണ്ടതായ ക്രെഡൻഷ്യൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ മനസ്സിലാക്കാൻ യോഗ്യതയുള്ളവർ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നു, സ്വർഗാധിപലത്തെ കാക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് താണനിലയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗാധിഫലത്തെ കാക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് നിലയും ഫലകാംക്ഷ കൂടാതെ ഭഗവാനെ ഭജിക്കുന്നത് പരമാനന്ദ ഹേതുവുമായിരിക്കയാൽ ഉയർന്ന നിലയുമാകുന്നുവെന്ന് സാരം. ഇപ്പോൾ രണ്ട് കൂട്ടരാണ്. കാരണം നമ്മളൊക്കെ ഭക്തന്മാരാണ്. പക്ഷെ ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ ഒന്നും ഭഗവാനോട് ചോദിക്കണ്ട, ഫലകാംക്ഷ വേണ്ട. ഞാൻ എൻ്റെ കർമ്മം ചെയ്തു, അതോടുകൂടി അപ്പം എന്താ നമുക്ക് ശ്രേഷ്ഠത വരും. ഇപ്പോൾ എന്നോട് ചിലവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടാൻ കുറച്ച് സമയമെടുത്തു. ഈ തല ഷോൾഡറിൽ ഉറച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങനെ ആരോടാവേണ്ടത്? ഈശ്വരനോട്. അപ്പോൾ എല്ലാവരിലും ഈശ്വരീയത ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തല കുമ്പിടാം. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഞാൻ അയാളേനേക്കാളിലും മീതെയാണ്, അതുകൊണ്ടാണ് അയാൾ എന്നെ നമിക്കണമെന്ന് തെറ്റിദ്ധരിക്കും. അവിടെയാണ് പ്രശ്നം. തെറ്റിദ്ധരിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് കുറച്ച് കാശ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ്. അതല്ല. കാര്യങ്ങളെ പശുക്കൾ ആഹരിച്ച് അയവറക്കുന്ന പോലെ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ അയവറക്കുമ്പോൾ നമ്മൾക്ക് ശാന്തിയും സമാധാനവും നഷ്ടം വരാതെണ്ടിരിക്കുന്നുണ്ടോ, നമ്മൾ രക്ഷപ്പെട്ടു. അതുതന്നെയാണ് ഈശ്വരീയത. ഈ പരമാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? സദാസേവ്യ സദാസേവ്യ. അപ്പോൾ പറഞ്ഞു, സർവശാസ്ത്രപരമായും നിശ്ചയമായും ശാശ്വത ഫലത്തെ ജനിപ്പിക്കുന്നതായ ധർമ്മം എന്താകുന്നുവെന്ന പ്രഥമ പ്രശ്നത്തിനുള്ള ഉത്തരമായിട്ട് ശ്രീകൃഷ്ണനിൽ പരമപ്രേമം ഉത്തമധർമ്മം എന്ന് പറഞ്ഞു. പരമമായ ധർമ്മം എന്താണ് എന്നുള്ളതിൻ്റെ ചോദ്യമാണ് പറഞ്ഞത്. പരമമായ ധർമ്മം ശ്രീകൃഷ്ണ ചരിതം പഠനാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു പ്രമശയിലെ. ഇനി 7ാമത്തെ ശ്ലോകം പറയണു, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തൽ അഹൈതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തൽ അഹൈതുകം. ഭഗവാനായ, അവിടെ ഭഗവതി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനായ, അല്ലാണ്ട് അവിടെ സ്ത്രീലിംഗം എന്നല്ല പറയുക, അത് സംസ്കൃതത്തിൻ്റെ ഒരു ആഡംബരമാണ് അതൊക്കെ. ഭഗവാനായ വാസുദേവനിൽ, ഓം നമോ ഭഗവതേ വാസുദേവായ, എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദേവൻ എന്നർത്ഥം പറയണം. അപ്പോൾ വാസുദേവനിൽ പ്രയോഗിക്കപ്പെട്ടതായ ഭക്തിയോഗം ശീഘ്രം വിരക്തിയെയും ഹേതുവാദങ്ങളോട് കൂടാത്തതായ ആത്മജ്ഞാനത്തെയും ജനിപ്പിക്കുന്നു. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആത്മജ്ഞാനത്തെ ജനിപ്പിക്കണം.
ആത്മാവിനെ പറ്റി, ആത്മാവിൻ്റെ ഗതിവിഗതി, ആത്മാവിൻ്റെ എന്താണ് പറയുക, മഹത്വത്തിനെ പറ്റിയിട്ടാണ് സംസാരം, ബ്രഹ്മത്തിനെ പറ്റിയിട്ടാണ്. ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ ഒഴലൂർ ദേവസ്വം തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്നിട്ട് എന്താ കാര്യം? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആത്മജ്ഞാനത്തെയും ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. യജ്ഞം, ദാനം, തപസ് മുതലായവ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമല്ലയോ മോക്ഷഹേതു എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. കാരണം എന്താ? ഭക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നത് എങ്ങനെ എന്നുള്ള ശങ്കയെ ഈ പദ്യം കൊണ്ട് തീർക്കുന്നു. ഈ 7ാമത്തെ പദ്യം കൊണ്ട് ഭക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നത് എങ്ങനെ എന്നുള്ള സംശയത്തെ, ശങ്ക എന്ന് പറഞ്ഞ സംശയത്തെ ഈ പദ്യം കൊണ്ട് തീർക്കുന്നു. ജ്ഞാനവൈരാഗ്യാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മഹിമയോടുകൂടിയ ശ്രീകൃഷ്ണനിൽ. അപ്പോൾ ശ്രീകൃഷ്ണനിൽ എന്തുണ്ട്? ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്, ഭക്തിയുണ്ട്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നതുണ്ടെങ്കിലേ സന്തോഷിക്കൂ എന്ന് പറയരുത്, അതാണ് വൈരാഗ്യം. രാഗമില്ലാത്ത അവസ്ഥ, വസ്തുക്കളോട് രാഗമില്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം. അപ്പോൾ ജ്ഞാനവൈരാഗ്യാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മഹിമയോടുകൂടിയ, അപ്പോൾ വൈരാഗ്യം എന്നുള്ളത് ഐശ്വര്യവർദ്ധനവാണ്. അത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. അതിന് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയുള്ള ആൾക്കാർ കണ്ടു കിട്ടണം. പ്രതിഫലം ഇച്ഛിക്കാതെ കണ്ട് ശ്രോതാക്കൾ നന്നാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കൂ. അപ്പോൾ വൈരാഗ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഇപ്പോൾ കുട്ടികളോട് മിഠായി തിന്നരുതെന്ന് പറയുക, എന്നിട്ട് അച്ഛനമ്മമാർ മിഠായി തിന്നും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? കുട്ടികൾക്ക് മിഠായി തിന്നാൽ പല്ല് കേട് വരും, പക്ഷേ വലിയവർക്കും അത് ബാധകമല്ലേ? അപ്പോൾ മഹിമയോടുകൂടിയ ശ്രീകൃഷ്ണനിൽ പരമപ്രേമലക്ഷണയായ ഭക്തി ഉറയ്ക്കും തോറും, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പരമപ്രേമലക്ഷണയായ ഭക്തി, പരമപ്രേമം. അപ്പം മനുഷ്യനോടുള്ള പ്രേമം അല്ലാതെ, മനുഷ്യന് ഒരു പുരുഷനൊരു സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്ന പ്രേമം വേണമെങ്കിൽ ശാരീരികമാണെന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ, അല്ലേ? ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ പരമപ്രേമ ലക്ഷണം, എനിക്ക് ഭഗവാനോട് പരമപ്രേമം ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഭക്തി. അത് 100% ഫുൾ പ്രൂഫായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ദമ്പതിമാർ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷേ അതിലുപരി പരമപ്രേമം നമ്മൾക്ക് ആരോടുണ്ടാവണം? ശ്രീകൃഷ്ണനോട്. ശ്രീകൃഷ്ണൻ്റെ മൂർത്തിയോടല്ല, പിന്നെയോ ശ്രീകൃഷ്ണ വചനങ്ങളിലോട്, ശ്രീകൃഷ്ണ ശാസ്ത്രങ്ങളോട്, ശ്രീകൃഷ്ണ ഉപദേശങ്ങളോട്. അതില്ലാതെ കണ്ട് അയ്യോ ഇതിലെ കോസ്റ്റ്ലി, ഇപ്പോൾ ഒരാളോട് പറയാണ്, എന്താ ഈ വിഗ്രഹം ഇങ്ങനെ തുറന്നു വെച്ചെന്നത്, കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ട്. അത് സാരില്ല സ്വാമി, അല്ലെങ്കിൽ സാരില്ല രാജേട്ടാ, അത് നക്കിളിയാണ്. അപ്പം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഭഗവാന് കൊടുത്തിട്ട് ഭഗവാനിൽ നിന്ന് യഥാർത്ഥ ബ്ലെസ്സിങ് ഉണ്ടാവണം എന്ന് നമ്മളെങ്ങനെ പറയുക? ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൃഷ്ണവിഗ്രഹത്തിൽ പ്ലാസ്റ്റിക് മാലയാണെങ്കിൽ എടുത്ത് മാറ്റുക. കാരണം എന്താ? വനമാല ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് മാല കെട്ടാൻ സാധിച്ചില്ലെങ്കിലും വേണ്ട, എന്നാലും പ്ലാസ്റ്റിക്കിൻ്റെ മാല മാറ്റുക, ഇലക്ട്രിക് ബൾബ് മാറ്റുക. എന്നിട്ടോ ഭഗവാന് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. എന്നിട്ടോ സാധിക്കണ ദിവസം ലേശം, എല്ലാ ദിവസവും നെയ്യ് വയ്ക്കുന്നുണ്ടെങ്കിൽ, എണ്ണ കത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു
മണിക്കൂർ കത്തത്തക്ക വിധത്തിൽ ഒരു സ്പൂൺ നെയ്യ് വെച്ചാൽ മതി. കാരണം ഒരു സ്പൂൺ നെയ്യ് കൊണ്ട് 1 ടൺ ഓക്സിജൻ വർദ്ധിക്കണമെന്നാണ് സയൻസ് പറഞ്ഞത്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കൊണ്ടൊരു വിളക്ക് തിരി വെച്ചാൽ ആ വിളക്ക് ചൂടായിട്ട് അന്തരീക്ഷത്തിൽ ഊർജം ചൂടിനെ പകരുമ്പോൾ അതെന്ത് ചെയ്യണു? ഓക്സിജനെ ജനറേറ്റ് ചെയ്യണു. നേരെ മറിച്ച് വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ തരം താണോ, കാരണം അതിൽ പല അബദ്ധങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓക്സിജൻ ഉണ്ടാവണോട് കൂടിയിട്ട് ശുദ്ധ ഓക്സിജൻ അല്ല ഉണ്ടാവുക, അതാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പരമപ്രേമ ലക്ഷണയായ ഭക്തി ഉറയ്ക്കും തോറും അന്യങ്ങളായ തുച്ഛ വിഷയങ്ങളിൽ രതി തോന്നാതെ ചീട്ടുകളി, ചൂതുകളി, സിനിമ കാണുക, സീരിയൽ കാണുക, പിന്നെ സ്ഥലങ്ങൾ കാണണം എന്നുള്ള തോന്നലൊക്കെ തുച്ഛങ്ങളാണ്. കരിമീൻ തിന്നണം, ഹൗസ് ബോട്ട് പോകണം, അവനവൻ്റെ ഹൗസിലിരിക്കാണ്ട് ഹൗസ് ബോട്ടിൽ പോയാൽ ഐ ആം സോറി, അതൊക്കെ ശരിയായ ഭക്തിയെ ഇല്ലാതെ കണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ രതി തോന്നാതെ വരിക എന്നുള്ള വൈരാഗ്യം ബലപ്പെട്ട് വരുന്നു. തന്നിമിത്തം അന്ധക്കരണം പരിശുദ്ധമാകുന്നു. അന്ധക്കരണം പരിശുദ്ധമാണ്. അതിനാൽ ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാവുന്നു. അതായത് ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാവുന്നു. അതിനാൽ ഭക്തി ജ്ഞാനസാധനമാകുന്നുവെന്ന് സാരം. ഭക്തി, യഥാർത്ഥ ഭക്തി ജ്ഞാനസാധനം. സാധന എന്ന് പറഞ്ഞെന്താ? സാധന ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അറിവാണ് ബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് പോകണം. അറിവാണ്. എന്തറിവ്? ഈശ്വരീയപരമായ അറിവ്, പരമമായ അറിവ് ഈശ്വരനെ പറ്റിയിട്ടാണ്. അത് നിരാകാരനാണ്, ബ്രഹ്മസ്വരൂപനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. ധർമ്മ സ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയാ ന ഉത്പാദയേദ്യതിരതിം ശ്രമയേവ ഹി കേവലം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയാ ന ഉത്പാദയോദ്യതിരതിം ശ്രമയേവ ഹി കേവലം. അവിടെ നോത്പാദയേദ്യതിന. അപ്പം അതിനെങ്ങനെ വായിക്കണം? ന ഉൽപാദയോദ്യതി രതിം ശ്രമ ഏവ ഹി കേവലം. അതായത് പറയാം, സുനിഷ്ടുവാകും വണ്ണം അനുഷ്ഠിക്കപ്പെട്ടതായാലും, സുനിഷ്ടു ഭംഗിയുള്ളത് അല്ലെങ്കിൽ ആധ്യാത്മികപരമായിട്ടുള്ളത്, സ്വനുഷ്ടുവാകും വണ്ണം അനുഷ്ഠിക്കപ്പെട്ടതായാലും യാതൊരു ധർമ്മം സാധന ചെയ്യുന്നവർക്ക് വിഷ്ണു കഥകളിൽ താല്പര്യത്തെ ഉൽപ്പാദിപ്പിക്കയില്ലെങ്കിൽ, ശ്രദ്ധിക്കണം. അവിടെ ന ഉത്പാദയേത് യതി എന്നുള്ളതിൻ്റെ ആ നാന്ന് ശബ്ദത്തിൽ വരണം വായിക്കുമ്പോൾ. അപ്പോൾ യാതൊരു ധർമ്മം സാധന ചെയ്യുന്നവർക്ക് വിഷ്ണു കഥകളിൽ താല്പര്യത്തെ ഉൽപ്പാദിപ്പിക്കയില്ലെങ്കിൽ നിശ്ചയമായും പ്രയത്നം മാത്രം പ്രസിദ്ധം എന്ന് പറയുന്ന അർത്ഥം ഫലമില്ലാത്തതായി. നോക്കൂ, ഏതൊരു കർമ്മമാണ് നിങ്ങൾ ചെയ്യണത്. ഇപ്പോൾ ഉറിയടി, നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ സ്ത്രീകൾ തന്നെ കൃഷ്ണനും രാധയും ഒക്കെ ആയി ഒരു ആൺകുട്ടീനെ മാത്രം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ സുധാമാവായിട്ടൊക്കെ വേഷം കെട്ടിയിട്ട്
താളത്തിനൊത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ ഭക്തിയില്ല, അതൊരു ഷോ. സത്യാവസ്ഥ എന്താ? ഉരീരയുടെ സത്യാവസ്ഥ എന്താ? ഭഗവാൻ തനിക്ക് തരാതെ കണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പാലും വെണ്ണയും തൈരും പിന്നെ നെയ്യൊക്കെ കട്ടു തിന്നണമെന്നാണ് അല്ലേ? അദ്ദേഹം ഒറ്റയ്ക്കാണോ തിന്നണത്? അല്ല, പൂച്ചയ്ക്കും പിന്നെ കുരങ്ങിനൊക്കെ കൊടുക്കണം. നമ്മൾ എപ്പോഴെങ്കിലും നെയ്യോ വെണ്ണയോ പൂച്ചയ്ക്കും കുരങ്ങിനും കൊടുത്തിട്ടുണ്ടോ? ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ അല്ലേ, തെക്ക് ഭാഗത്ത് ഏതൊരു ക്ഷേത്രമുണ്ട്, വെണ്ണ ഉറിയിൽ ആക്കി തൂക്കിയ വഴിപാടാണ്. വിചാരിച്ച കാര്യം നടക്കുന്ന അവർ പറഞ്ഞത്. ആ കാര്യങ്ങൾ വിചാരിച്ച് ചെയ്യുന്ന അനുഷ്ഠാനം അധർമ്മമാണ്, പാപമാണ്, ഫലം തരണില്ല എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ളവർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ആഗ്രഹ അഭിലാഷങ്ങൾ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത് എന്ന് ഭാഗവതം പറഞ്ഞാൽ അത് കേൾക്കണോ കേൾക്കണ്ടേ? ഭഗവാൻ എന്തുകൊണ്ട് കുട്ടികളെ തന്നില്ല? ഭഗവാൻ എന്തുകൊണ്ട് ഭാര്യനെ, അതായത് ഹസ്ബൻഡിന് ഭാര്യനെ നഷ്ടമാക്കി? അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഭർത്താവ് നഷ്ടം വന്നത് എന്തുകൊണ്ട്? അത് വിചാരിച്ച് ജീവിതം മുഴുവൻ കരഞ്ഞിരിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ആരായിരിക്കണത്? പരബ്രഹ്മം അല്ലേ? മരിച്ചത് ഭർത്താവാണോ ഭാര്യയാണോ ആയിക്കോട്ടെ, രണ്ടുപേരും ശരീരമല്ലേ നഷ്ടം വന്നിട്ടുള്ളൂ. അവരെ ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഭർത്താവിൻ്റെ രൂപം കാണില്ലേ മനസ്സിൽ? എന്ത് നന്മ വന്നാലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ അതൊക്കെ വെറും പൊങ്ങച്ചാണോ? അല്ലല്ലോ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് നമ്മൾ പറയണില്ലേ? അതാണ് വേദാന്തപരമായിട്ടുള്ള പ്രോഗ്രസ്. അതറിയണം നമുക്ക്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഏതേതു വിധം പ്രവൃത്തിയായാലും നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭഗവത് ഭക്തിയെ ജനിപ്പിക്കുന്നതായാൽ അത് തന്നെ ശ്രേയസാധനം എന്ന് പറഞ്ഞതിനെ വ്യതിരേക മുഖേനയും ഉറപ്പിക്കുന്നു. അതായത് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്, വർണ്ണാശ്രമാദികൾക്ക് നിശ്ചയിച്ചതായ ധർമ്മത്തെ, വർണ്ണാശ്രമം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, ധർമ്മത്തെ നന്നായി അനുഷ്ഠിച്ചുവെങ്കിലും ആ അനുഷ്ഠാനം ശ്രീഹരിയുടെ കഥകളിൽ താല്പര്യം ഉണ്ടാവാൻ തക്ക വിധം അന്ധക്കരണശുദ്ധി വരുത്തുന്നില്ലെങ്കിൽ, ശ്രദ്ധിക്കണം. ഒരു 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 ക്ഷേത്രത്തിലെ പൂജാരിയാണ്. പൂജാരി പൂജ കഴിഞ്ഞ് പോയാൽ മദ്യത്തിന് അടിമപ്പെടുകയാണ്, അല്ലെങ്കിൽ ബീഫ് കഴിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാണ്. അമ്പലത്തിൽ എന്താ പറയുക, തൊട്ടതിനും പിടിച്ചതിനും രോഷം പ്രകടിപ്പിക്കുകയാണെങ്കിൽ എന്താർത്ഥം? അദ്ദേഹം പൂജാരിയല്ല, അന്ധകരണശുദ്ധി ഇല്ല എന്നർത്ഥം. അന്ധകരണശുദ്ധി എല്ലാവർക്കും വേണം. കമ്മിറ്റിക്കാർക്ക് വേണം, എഴുതാനിരിക്കുന്ന ആൾക്ക് വേണം, കാശ് വാങ്ങണ ആൾക്ക് വേണം. അപ്പം അന്ധകരണശുദ്ധി ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അന്ധകരണശുദ്ധി വരുത്തുന്നില്ലെങ്കിൽ അത് കേവലം അധ്വാനം മാത്രം, ആംഗ്യങ്ങളെ, സ്റ്റാച്ചു. ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം അന്ധകരണശുദ്ധി, അതിൻ്റെ ലക്ഷണം ഭഗവത് കഥാരതി എന്ന് സാരം. ഭഗവത് കഥകളിൽ രതി ഉണ്ടാവുക, ഭഗവത് കഥകളെ പ്രചരിപ്പിക്കുക, ഭഗവത് കഥകളിൽ നിന്ന് ശ്രേഷ്ഠത അനുഭവിക്കുക. എന്തില്ലെങ്കിലും ഐ ആം ഹാപ്പി, കണ്ടൻമെൻ്റ് ഉണ്ടോ മനസ്സിലാക്കാം ആൾക്ക് ഇരുത്തം വന്നു എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ
നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.